കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ അരുൺ ശങ്കർ വരാപ്പുഴയിലുണ്ട്. അരുൺ, അവിടെ പാതിരാ കുർബാന തുടങ്ങിയോ? രതീഷ്, പാതിരാ കുർബാന തുടങ്ങിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് കരോൾ സംഘത്തിൻ്റെ ഗാനാലാപനമാണ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാതിരാ കുർബാനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. പാതിരാ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മെത്രാപ്പോലിത്ത ജോസഫ് കർദിനാൾ മെത്രാപ്പോലിത്തയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിയുടെ ആളുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ആനയിച്ച് കൊണ്ടുവരും. അതോടുകൂടിയാണ് പാതിരാ കുർബാനയ്ക്ക് ആരംഭം കുറിക്കുക. ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ തിരുരൂപം വയ്ക്കും. അതോടുകൂടി പാതിരാ കുർബാനയ്ക്ക് തുടക്കമാകും. പിന്നെ പള്ളിക്ക് ഉള്ളിലേക്ക് പോയി അവിടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്തായാലും കുട്ടികളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ വളരെ സുന്ദരമായൊരു ക്രിസ്മസ് ട്രീ തന്നെ, വലിയ കൗതുകമുള്ളൊരു ക്രിസ്മസ് ട്രീ. സാധാരണ നിലയിൽ നമുക്ക് ക്രിസ്മസ് ട്രീ നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുന്ന ക്രിസ്മസ് ട്രീയുടെ ഒരു എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളൊക്കെ വയ്ക്കുന്നതാണ്. ഇത് വളരെ കൗതുകകരമായി അതിൻ്റെ കളറിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് എങ്ങനെയാണ്, ഇത് എന്താണ് അവർ അതിൻ്റെ സംഘാടകർ വിശദീകരിക്കുന്നത്? എന്താണ് സംഘാടകർ ഇവിടെ ഇല്ല എന്തായാലും. പക്ഷേ കാണാൻ നല്ല ചന്തമുണ്ടെന്നുള്ളത് പറയാൻ കഴിയും. കാരണം സാധാരണ നമ്മൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ ഒരു പച്ച നിറത്തിൽ ആണ്, ഒരു ട്രീയുടെ രൂപത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് ആ രൂപത്തിലേ അല്ല, അല്ലെങ്കിൽ ആ നിറത്തിലേ അല്ല ഇത് സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കാഴ്ചയിൽ വളരെ ഭംഗിയാണ്. കാരണം ഇത്തരം ക്രിസ്മസ് ആഘോഷങ്ങളുമൊക്കെ കലാപരമായിട്ട് നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ കൂടി ഉള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതിനെ അവർ ആ രീതിയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നു. അത്തരം വ്യത്യസ്തതകളെ അവർ കൊണ്ടുവരുന്നു. കലയിൽ വളരെ വ്യത്യസ്ത. ഒരു കുട്ടി അവിടെ അതിന് ചുറ്റും നടക്കുകയാണ്. അവനത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിറവും ബൾബുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ വെളിച്ചവും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ഒറ്റ കാഴ്ച തന്നെ ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് വലിയൊരു പുൽക്കൂടും സജ്ജമാക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം. ഇതൊരു വ്യത്യസ്തമായ ക്രിസ്മസ് ട്രീ അല്ലേ? അതെ, വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് നമ്മളുടെ പള്ളിയിൽ തന്നെ ഉള്ളവർ തന്നെ റെഡിയാക്കിയതാണ് സാധനം. നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്രദർശിപ്പിക്കാനുള്ള ഒരു സമയമാണ് ഇതില്ലേ? അതെ. നേരത്തെ ഉണ്ടായിരുന്ന ട്രീ മാറ്റിയിട്ട് പുതിയ തരം ട്രീ, അതായത് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക ചെയ്തു. ഇനി ഇത് കഴിഞ്ഞ് സാൻഡേ ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇനി ഉണ്ടാവും. കുർബാനയ്ക്ക് ശേഷം സാൻഡ മിഠായി കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും ഉണ്ട്. ഈ ഇടവകയിൽ തന്നെ ഉള്ളതാണ്. എങ്ങനെയുണ്ട്? ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തില്ല. എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? ഫോട്ടോ ഗംഭീരമായില്ലേ? മേരി ക്രിസ്മസ്. എങ്ങനെയുണ്ട്? തമിഴ് അറിയില്ല. ആ കുട്ടികൾ തമിഴേ പറയത്തുള്ളൂ. അപ്പോൾ എനിക്ക് തമിഴ് അറിയില്ല. എന്തായാലും മേരി ക്രിസ്മസ് പറയാൻ തമിഴും മലയാളം ഒന്നും ആവശ്യമില്ല. എന്തായാലും എല്ലാവർക്കും ഒരു ആകർഷണമായിട്ട് ഈ ക്രിസ്മസ് ട്രീ മാറിയിട്ടുണ്ട്. ഈ വകയിലുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് ട്രീ സജ്ജമാക്കിയിരിക്കുന്നതാണ് ഇവർ തന്നെ പറയുന്നത്. എല്ലാവരുടെ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്താണ് പുൽക്കൂടും സജ്ജമാക്കിയിരിക്കുന്നത്. വലിയൊരു പുൽക്കൂടാണ്. എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും ഇത്തരം വലുപ്പമുള്ളൊരു പുൽക്കൂടായിരുന്നു ഇവിടെ സജ്ജമാക്കിയത്. അന്നേരം വരാപ്പുഴ അതിലൂടെ ആസ്ഥാനമാണ്. ആ ആസ്ഥാനത്ത് വളരെ കലാപരമായിട്ടാണ് ഇതൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് പുൽക്കൂട്? എങ്ങനെയുണ്ട്? സൂപ്പർ. എന്താ ഒരു വ്യത്യസ്തത? എന്താ തോന്നുന്നത്? അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫോട്ടോ ഒരുപാട് എടുത്തില്ലേ? എടുത്തെടുത്ത്. സ്റ്റാറ്റസ് ഒക്കെ ഇട്ടോ? എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന തിരക്കിലാണ്. ഇപ്പോൾ പാതിരാ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അതിനുള്ള ഫോട്ടോ എടുപ്പൊക്കെ നടക്കുകയാണ്. അല്പസമയത്തിനകം പാതിരാ കുർബാനയുടെ ചടങ്ങുകൾ ആരംഭിക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, വർഷത്തിലെ ഒരു തവണയാണ് ക്രിസ്മസ് വരിക, ആ ക്രിസ്മസ് ദിനത്തെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ് ക്രിസ്തുമത വിശ്വാസികൾ. ഇവിടെ ക്രിസ്തുമത വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും ഈ കാഴ്ചകൾ കാണാൻ കൂടി എത്താറുണ്ട്. പലരും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഈ സന്തോഷം പങ്കിടാനൊക്കെ എത്തുന്നുണ്ട്. ഇത് എല്ലാവരുടെയും ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്നുള്ളത്.